ശബരിമല ശാസ്താവിൻ്റെ സ്വർണം വരെ കട്ടുകൊണ്ടുപോയ തിരുട്ട് സംഘത്തിനെതിരായിട്ടുള്ള സമരമാണ് ഞങ്ങൾ കേരള നിയമസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ എന്ന് പറയുന്നത് കൊള്ള സംഘമാണ്. ഞാൻ പറഞ്ഞല്ലോ, നാട് മുഴുവൻ കട്ടതിന് ശേഷം ഇപ്പോൾ അമ്പലങ്ങളിലും ആരാധനാലയങ്ങളിലും വരെ കക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആ സർക്കാരിനെതിരായിട്ടുള്ള സമരത്തിൽ, ആ സമരത്തിൻ്റെ പേരിൽ ഞങ്ങൾക്കെതിരെ എന്ത് നടപടി ഉണ്ടായാലും അത് അഭിമാനത്തോടു കൂടി, അല്ലെങ്കിൽ അതൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇനി ചീഫ് മാർഷലൊക്കെ ഞങ്ങൾക്കറിയാം എന്താണ് നിയമസഭയിൽ ഉണ്ടായത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ ബാനർ പിടിച്ച്, പ്ലക്കാർഡ് പിടിച്ച് നിയമസഭയിൽ സമരം ചെയ്യുമ്പോൾ ആ പ്ലക്കാർഡ് പിടിച്ചു മാറ്റാനും സമരം ചെയ്യുന്ന ഞങ്ങളുടെ മേൽ കുതിര കയറാനും ഈ ചീഫ് മാർഷൽ ഉൾപ്പെടെയുള്ള വാച്ചാൻ വാർഡിന് നിർദ്ദേശം കൊടുക്കുന്നത് സ്പീക്കർ തന്നെയാണ്. എന്തൊരു നാണക്കേടാ! കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു സ്പീക്കർ പറയുകയാണ് സമരം ചെയ്യുന്ന ആളുകളുടെ കൈകളിൽ നിന്നും പ്ലക്കാർഡും ബാനറും പിടിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് അവരല്ല ഞങ്ങളുടെ മേലെ കുതിര കയറാൻ വന്നത്. എന്നിട്ട് ഇതേ വാച്ചാൻ വാർഡും ഇതേ മാർഷലും തന്നെയാണ് ഇതിന് മുൻപൊരു സമ്മേളന കാലത്ത് സമരം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈക്ക് പൊട്ടലുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ, അതിൻ്റെ പേരും പറഞ്ഞ് ഞങ്ങൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി കേസെടുത്തു. ഒടുവിൽ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ കൈക്ക് പൊട്ടലും ഇല്ല, പോറലും ഇല്ല. നാണം കെട്ട് കേസ് പിൻവലിച്ച് പോകേണ്ട വന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കൊള്ള സംഘത്തെ സംരക്ഷിക്കുന്ന സർക്കാരും ആ സർക്കാരിന് കവചമൊരുക്കുന്ന സ്പീക്കറുമാണ് ഇന്ന് കേരളത്തിലുള്ളത്, നിർഭാഗ്യവശാൽ. അതുകൊണ്ട് അവരിതല്ല, ഇതിൻ്റെ അപ്പുറത്തെ കഥകളൊക്കെ മെനയും. ഞങ്ങൾക്കൊരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. ലോകം മുഴുവനുമുള്ള ശബരിമല വിശ്വാസികളെ വഞ്ചിച്ച സർക്കാരാണ്. സഭയിൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ? ഇന്ന് 3 പേരുടെ സസ്പെൻഷൻ ആണെങ്കിൽ അത് ചിലപ്പോ ഒരാളുടെ ഡിസ്മിസിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയേനെ എന്നുള്ളത് തന്നെയാണ്. കാരണം ആ പുലിക്കുട്ടി, ആ ചുണക്കുട്ടി സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചു പോകില്ലേ? സ്വാഭാവികമല്ലേ? കാരണം അയാളുടെ അത്ര നട്ടല്, അയാളുടെ അത്ര ചങ്കുറപ്പ്, അത് ഇവരെക്കാളെല്ലാം ഒരു പടി മുന്നിലല്ലേ രാഹുൽ മാങ്കൂട്ടം. അയാൾ സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം ഇന്ന് നമ്മൾ ഈ സഭയിൽ ശബരിമല വിഷയവുമായി പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധങ്ങളെ സ്പീക്കർ തന്നെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. ഇപ്പോഴിതാ മുൻപ് ഒരു സഭാ സമ്മേളനത്തിൽ ഈ ചീഫ് മാർഷൽ ചെയ്ത അതേ പരിപാടി ഇന്ന് വീണ്ടും എടുത്തിരിക്കുന്നു. കയ്യിന് പൊട്ടലുണ്ട് എന്നാണ് പറയുന്നത്, വലിയ സർജറി വേണമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ പറയുന്ന സഭയിലെ ഈ 3 പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ എം വിൻസെന്റ്, സനീഷ് കുമാർ, റോജി എം ജോൺ, ഈ 3 പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്നറിയുമോ? MP രാജേഷാണ്. എന്താ പ്രമേയം? പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അതിര് കടന്നിരിക്കുന്നു, അതിര് കടന്ന പ്രതിഷേധമാണ് നടത്തുന്നത് എന്നാണ് പ്രമേയം. ആ പ്രമേയം സ്പീക്കർ അംഗീകരിക്കുന്നു, 3 പേരെ സസ്പെൻഡ് ചെയ്യുന്നു. ആഹാ, കൊള്ളാം, കൈയടിച്ച് നമ്മളും പാസ്സാക്കുകയാണ് ആ പ്രമേയത്തെ. ഈ ഒരു അവസരത്തില് എനിക്ക് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് 2016 തന്നെ KM മാണി ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു സമയമാണ്. ആ KM മാണി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അന്ന് കടകംപള്ളി സുരേന്ദ്രനുണ്ട്, ഈ പറയുന്ന ശിവൻകുട്ടിയുണ്ട്, KT ജലീലുണ്ട്, അങ്ങനെ തുടങ്ങി ഇവരുടെ മുൻനിരയിലുള്ള എല്ലാവരും ഉണ്ട്. അന്ന് MP രാജേഷൊന്നും സഭക്കകത്തില്ല, മനസ്സിലായില്ലേ? അന്ന് MP രാജേഷൊന്നും നിയമസഭക്കകത്തില്ല. ഈ MP രാജേഷൊക്കെ ഇപ്പോഴും നിയമസഭയുടെ രേഖകളിൽ ഉണ്ടാകും, അതിന്റെ വിഷ്വലുകളും അതിന്റെ റിപ്പോർട്ടുകളും. അന്ന് സ്പീക്കറുടെ ഡയസ് കയ്യേറി അവിടെയുള്ള കമ്പ്യൂട്ടറുകൾ തല്ലിപ്പൊളിച്ച് അവിടെയുള്ള കസേരകൾ എടുത്ത് താഴെയിട്ട് ശിവൻകുട്ടി ഒരു കവലച്ചട്ടമ്പിയെ പോലെ മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് കാണിച്ച കോപ്രായങ്ങളൊന്നും അതിര് കടന്നതല്ലേ എന്ന് MP രാജേഷ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. MP രാജേഷ് കണ്ടിട്ട് അന്ധനെ പോലെ നടിക്കരുത് എന്ന് മാത്രമേ MP രാജേഷിനോട് പറയാനുള്ളൂ. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടം ഇന്ന് സഭയിലില്ലാത്തത് ഇവരുടെയൊക്കെ ഭാഗ്യം എന്നല്ലാതെ മറ്റെന്ത് പറയാനാ? രാഹുൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെയൊക്കെ കടിച്ചു കീറാൻ രാഹുൽ മുമ്പെന്തെങ്കിലും ഉണ്ടാകുമായിരുന്നില്ലേ? അന്ന് ആഗ്രഹിച്ചു പോവുകയാണ് സഭയിലെ ഓരോ സീനുകൾ കാണുമ്പോഴും. ഇന്നലെയും നമ്മൾ കണ്ടു. ഇന്നലെ സ്പീക്കർ പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷ അംഗങ്ങളോടും ചോദിക്കുന്നത് നമ്മൾ കണ്ടു. ഇതാണോ ജനാധിപത്യമെന്ന്? കഴിഞ്ഞ
ഈ പറയുന്ന ശിവൻകുട്ടി കോപ്രായം കാണിച്ച സമയത്ത്, സഭ തല്ലി തകർത്ത സമയത്ത്, സഭയിൽ ഗുണ്ടായിസം കാണിച്ച സമയത്ത് അന്ന് ഷംസീർ MLA ആയിട്ട് സഭയിൽ ഉണ്ടായിരുന്നല്ലോ. അന്നെന്തേ ഷംസീറിന് തോന്നിയില്ലേ ഇതാണോ ജനാധിപത്യമെന്ന്? ജനാധിപത്യ മര്യാദകൾ ഇങ്ങനെയാണോ, സഭയോടുള്ള മര്യാദ ഇങ്ങനെയാണോ കാണിക്കേണ്ടത് എന്ന് അന്ന് ഷംസീറിന് തോന്നിയില്ലേ? അല്ലെങ്കിൽ ഇന്ന് ആ വാക്ക് ഉച്ചരിക്കുമ്പോൾ ഷംസീറിന്റെ ഓർമ്മയിലേക്ക് ഇന്ന് ഷംസീർ ഇരിക്കുന്ന ആ കസേര തല്ലിത്തെരിപ്പണമാക്കി താഴേക്ക് മറിച്ചിടുന്ന ശിവൻകുട്ടിയെ ഈ ഷംസീറിന്റെ ഓർമ്മയിലേക്ക് വന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് രാഹുൽ മാങ്കൂട്ടം സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്ന്. കാരണം ആ രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ 3 പേരുടെ സസ്പെൻഷൻ, അതിന്റെ കൂടെ ആ 3 പേരിൽ ഒരാൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടമായിരിക്കുമായിരുന്നില്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. മേ ബി സസ്പെൻഷന് അപ്പുറത്തേക്ക് ഒരു പടി കടന്ന് രാഹുലിനെ ഡിസ്മിസ് ചെയ്യാൻ പോലും ഈ പറയുന്ന സ്പീക്കറും ഈ പറയുന്ന MP രാജേഷ് അടങ്ങുന്ന സംഘം തയ്യാറാവുമായിരുന്നില്ലേ? അവർ പ്രമേയം അവതരിപ്പിക്കുമായിരുന്നില്ലേ? എന്ത് ആഭാസതരമാണ് ഇവർ ഈ കാണിക്കുന്നത്? എന്ത് ആഭാസതരമാണ് കാണിക്കുന്നത്? അതുപോലെ തന്നെ ഞാൻ മറ്റൊരാളെ കൂടി മിസ് ചെയ്യുന്നുണ്ട് സഭയിൽ. അത് ഷാഫി പറമ്പിലിനെയാണ് മിസ് ചെയ്യുന്നത്. പക്ഷേ രാഹുലിന്റെ അഭാവം ഇന്ന് അത് വല്ലാത്തൊരു എന്താ പറയേണ്ടത്, ഒരു ദുരവസ്ഥയായി പോയി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളത് തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട് ഈ ഭരണപക്ഷ അംഗങ്ങൾ എന്ന് പറയാൻ കഴിയില്ല. രാജാവിന്റെ അടിമകളായിട്ടുള്ള കുറെ എണ്ണം മന്ത്രിമാരായിട്ടും അല്ലാതെയുമുള്ള കുറെ എണ്ണം സ്പീക്കർ അടങ്ങുന്ന ഈ അടിമ സംഘത്തിന് ഉത്തരം മുട്ടുകയാണ് എന്നുള്ളത് തന്നെയാണ്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഒരു പരിപാടി. പ്രതിപക്ഷ അംഗങ്ങളെ 40 എണ്ണം ഉള്ളെങ്കിലും ആ അംഗങ്ങളെ ഇവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കേട്ടോ. അതാണല്ലോ ഇപ്പോ സസ്പെൻഷന്റെ രീതിയിലേക്കെല്ലാം കാര്യങ്ങൾ മാറുന്നത്. ഇവരാരും സ്പീക്കറുടെ ഡയസിലേക്ക് അതിക്രമിച്ച് കയറിയിട്ടില്ല. ഇവരാരും സ്പീക്കറുടെ ഡയസിലുള്ള കമ്പ്യൂട്ടറുകൾ അടിച്ചു പൊട്ടിച്ചിട്ടില്ല. ഇവരാരും സ്പീക്കറുടെ കസേര എടുത്ത് താഴേക്ക് മറിച്ചിട്ടിട്ടില്ല. ഇവരാരും മുണ്ട് മടക്കി കുത്തി കവലച്ചട്ടമ്പിയെ പോലെ ഒരു ഗുണ്ടയെ പോലെ സഭക്കകത്ത് പെരുമാറിയിട്ടില്ല. എന്നിട്ട് ഇപ്പോ ഈ പറയുന്ന ശിവൻകുട്ടിയും ഈ പറയുന്ന MP രാജേഷും അടങ്ങുന്ന ഈ സ്തുതിപാഠക സംഘം ഇവർക്കൊന്നും ഓർമ്മയില്ലേ? എനിക്ക് തോന്നുന്നു ഈ ശിവൻകുട്ടിക്ക് എന്താണെങ്കിലും എന്തോ ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അയാളെ ആ ശാരീരിക അവശതയുടെ പേരിൽ അയാളെ അവഹേളിക്കാനൊന്നും തയ്യാറല്ല. ബട്ട് എന്നാലും പൂച്ചയെ കൊന്നാല് കൈ വിറക്കും എന്ന് നമ്മൾ പറയാറില്ലേ? അത് തന്നെയല്ലേ ഈ ശിവൻകുട്ടിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. സ്പീക്കറുടെ ഡയസ് തല്ലിപ്പൊളിക്കുമ്പോൾ അയാൾക്ക് കൈ ഒരു വിറയിലും ഉണ്ടായിട്ടില്ല. ഇന്ന് പേന പിടിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അന്നത്തെ കാര്യങ്ങൾ അയാൾ മറന്നുപോയി. ഇന്നലെ സ്പീക്കറെ കാണുന്നില്ല, എനിക്ക് സ്പീക്കറുടെ മുഖം കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. കാഴ്ചയും മങ്ങി തുടങ്ങിയിരിക്കുന്നു. എന്താണെങ്കിലും ശിവൻകുട്ടിയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അവസ്ഥകൾ വളരെ ദയനീയമാണ്. എന്നാലും ശിവൻകുട്ടിയുടെ ഓർമ്മകളും മങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ശിവൻകുട്ടി ഈ പറയുന്ന പ്രതിഷേധം ഞാൻ വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം. സോറി, അത് ഓർമ്മകൾ മങ്ങിയതല്ല. എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് ശിവൻകുട്ടി പറഞ്ഞതിൽ അർത്ഥമുണ്ട്, കാര്യമുണ്ട്. കാരണം ഇത്രയൊന്നും പോരാ. നിങ്ങൾ ആയിട്ടില്ല, നിങ്ങൾ മൂത്തിട്ടില്ല. പ്രതിഷേധങ്ങൾ ഇങ്ങനെയല്ല, അടിച്ച് പൊളിക്കണം, തല്ലി തകർക്കണം. എന്താ പ്രശ്നം? ഇത് പൊതുമുതലല്ലേ, നമ്മളുടെ പോക്കറ്റിൽ നിന്നും പോകാനില്ലല്ലോ. പോകുന്നതൊക്കെ ഖജനാവിൽ നിന്നല്ലേ, പൊതു ഖജനാവിൽ നിന്ന്. അതുകൊണ്ട് തല്ലി തകർക്കണം, അതാവണം, നിങ്ങൾ എന്നെ കണ്ട് പഠിക്കണം എന്നുള്ളതായിരിക്കും ശിവൻകുട്ടിയുടെ അവകാശവാദം. എന്താണെങ്കിലും UDFന്റെ അംഗങ്ങൾ എന്താണെങ്കിലും ആ ഒരു നീക്കത്തിലേക്കോ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളിലേക്കോ ഒന്നും കടന്നു ചെന്നിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. റോജി എം ജോൺ അതിന് എടുത്ത് പറയുകയും ചെയ്തു. ഞങ്ങൾക്ക് വേണമെങ്കിൽ സ്പീക്കറുടെ ഡയസിലേക്ക് കയറാമായിരുന്നു, ഞങ്ങൾക്ക് വേണമെങ്കിൽ സ്പീക്കറുടെ ഡയസിലുള്ള കമ്പ്യൂട്ടറുകൾ തല്ലി തകർക്കാമായിരുന്നു, ഞങ്ങൾക്ക് വേണമെങ്കിൽ സ്പീക്കർ ഇരിക്കുന്ന കസേര പോകണമെങ്കിൽ മറിച്ച് താഴേക്കിടാമായിരുന്നു. ഇതൊന്നും ഞങ്ങൾ ചെയ്തില്ല, ഞങ്ങൾ അത് ചെയ്യില്ല. കാരണം ഞങ്ങൾ UDFകാരാണ്, ഞങ്ങൾ LDFകാരല്ല എന്ന് റോജി ജോൺ എടുത്ത് പറയുന്നതും നമ്മൾ കണ്ടു. ഈ ഒരു സസ്പെൻഷനെ അത് ഞങ്ങളുടെ അംഗീകാരമായിട്ട് കാണുകയാണ്. കാരണം അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഈ നാട്ടിലെ
ഒരു ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഈ പ്രതിഷേധത്തിന്റെ പേരിൽ എന്ത് നടപടി ഉണ്ടായാലും അതൊരു അംഗീകാരമായിട്ട്, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു വലിയ അംഗീകാരമായിട്ട് ഞങ്ങൾ കാണുകയാണ് എന്ന് റോജി എം ജോൺ പറയുമ്പോൾ എം വിൻസെന്റും ഈ സനീഷ് കുമാറും ഒക്കെ ആ കൂടെ ചേരുന്നു. എന്താണെങ്കിലും 3 പേർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടം സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മളും ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം ഈ പറയുന്ന അടിമകളെ അടിച്ച് മൂലക്കിരുത്താൻ രാഹുൽ മാങ്കൂട്ടം ഒറ്റ ഒരുത്തൻ മതിയാകുമായിരുന്നു. ബട്ട് അയാൾ നിർഭാഗ്യവശാൽ സഭയിലില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. കാരണം അയാൾ പുറത്തുനിന്ന് പൊരുതുന്നുണ്ട്. അയാൾ പ്രതിഷേധങ്ങൾക്കും അയാൾ ഈ പറയുന്ന പ്രതിഷേധങ്ങൾക്കുള്ള എല്ലാ പിന്തുണകളും അറിയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അയാളുടെ തിരിച്ചുവരവ് അത് എത്രയും പെട്ടെന്നുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു പുലിക്കുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കാൻ അയാൾ ഉണ്ടായേ മതിയാവുകയുള്ളൂ. ഈ ഒരു നിയമസഭാ സമ്മേളനം രാഹുൽ മാങ്കൂട്ടത്തിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണെന്ന് തന്നെ പറയേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ്.